വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മണ്ണില്ലാതെ 100ഓളം ബാരലുകളിൽ ഡ്രാഗൺ ചെടികൾ നടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇത് സ്ഥലമെന്ന് പറയുന്നത് കൊല്ലം കിളിക്കൊല്ലൂരിൽ സുന്ദരേശൻ ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സുന്ദരേശൻ ചേട്ടൻ്റെ വീട്ടിൽ മണ്ണ് തൊടാതെ ഒരു 100ഓളം ഡ്രമ്മുകളിൽ ഡ്രാഗൺ കൃഷി ചെയ്യുന്നതാണ്. ഹലോ ചേട്ടാ, മോർണിംഗ്. സുഖം തന്നെ? ചേട്ടന് എത്ര നാളായിട്ട് കൃഷിക്ക് ഏണ്ടൊരു 15 വർഷത്തെ പരിചയമുണ്ടോ? അവാർഡ് വല്ലതും ചേട്ടന് കിട്ടിയിട്ടുണ്ടോ? എന്തിന്റെ അവാർഡ്? മലയാളം മനോരമ തെരഞ്ഞെടുത്ത കേരളത്തിലെ ഏറ്റവും നല്ല കർഷകനാണ്. മനോരമയുടെ ഏറ്റവും മികച്ച കർഷകന്റെ അവാർഡ് നേടിയ കർഷകനാണ് ചേട്ടൻ. ഇപ്പം വയസ്സ് ഏകദേശം എത്ര വരും? 78 വയസ്സുണ്ട്. 78 വയസ്സ്. അപ്പോൾ 78ാം വയസ്സിലും മണ്ണില്ലാതെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച ചേട്ടനോട് വളരെയധികം സന്തോഷം. ഇവിടെ സ്റ്റാൻഡിൽ ആണ് നമ്മൾ ഡ്രം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഡ്രമ്മിൻ്റെ അടിഭാഗത്തായിട്ട് 4 വശങ്ങളിലായി 4 ചെറിയ സുഷിരങ്ങൾ ഇട്ടിട്ടുണ്ട്. മഴക്കാലത്ത് അധികമായി വരുന്ന ജലം ഇതിൽ ഒലിച്ചു പോകുന്നതിനാണ് നമ്മൾ ഈ സുഷിരങ്ങൾ ഇട്ടിട്ടുള്ളത്. ഈ സുഷിരങ്ങൾ അടഞ്ഞു പോകാതെ ഇരിക്കാനായിട്ട് നമുക്ക് ഓട് വെച്ചിട്ട് ഇത് സുഷിരങ്ങൾ നമുക്ക് കവർ ചെയ്യാം. ആദ്യമായി നമുക്ക് ഡ്രമ്മിൽ മണ്ണിന് പകരം കുറച്ച് കരിയില ഇടാം. മതി. കരിയില നന്നായി അമർത്തണം, ഇല്ലെങ്കിൽ വീണ്ടും ഇതിൻ്റെ നമ്മൾ വളം വരുമ്പോഴത്തേക്ക് ഇത് ദ്രവിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് താഴ്ന്നു വരും. കരിയിലയ്ക്ക് മുകളിലായി നമുക്ക് ഒരു ലെയറിൽ തൊണ്ട് വയ്ക്കാം. പച്ചില ഈ തൊണ്ട് തന്നെ വെക്കണമെന്നൊന്നുമില്ല. പച്ചില ഉണ്ടെങ്കിൽ പച്ചില വയ്ക്കാം, അറക്കപ്പൊടി ഉണ്ടെങ്കിൽ അറക്കപ്പൊടി വയ്ക്കാം. ഈ സസ്യത്തിൻ്റേതായ ഏത് ഭാഗവും നമുക്ക് ഇതിൽ വയ്ക്കാം. ഇവിടെ തൊണ്ട് വയ്ക്കുമ്പോൾ കരിയില കുറച്ചുകൂടെ ഒന്ന് അമുങ്ങിയിരിക്കും. ഇതിന് മുകളിൽ നമുക്കൊരു ലെയറിൽ പച്ചില ഇട്ട് കൊടുക്കാം. പച്ചില ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിലേതെങ്കിലും ഒരു സെക്ഷൻ ഇല്ല എന്ന് കരുതി ബുദ്ധിമുട്ടില്ല. നന്നായിട്ട് താത്തു കൊടുക്കാം. മൺവെട്ടി വെച്ചിട്ടൊന്ന് നന്നായിട്ട് താത്തു കൊടുക്കും. കൊച്ചു മൺവെട്ടി എടുക്കും. മതി. ലെയറായിട്ട് നമുക്ക് കുറച്ച് ഉള്ളിത്തോട് ഇട്ട് കൊടുക്കും. വളരെ സാമ്പത്തികം കുറച്ച് വേണം നമ്മളിതിൻ്റെ കൃഷി ചെയ്യാൻ. പ്രകൃതിയിലുള്ള വസ്തുക്കൾ, സസ്യങ്ങളുടെ ഏത് ഭാഗവും നമുക്ക് ഈ കൃഷിക്ക് ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് അമർത്തണം. ഉള്ളിത്തോട് തന്നെ ഇടണമെന്നില്ല. നമുക്ക് പഴത്തൊലി ഉണ്ടെങ്കിൽ പഴത്തൊലി ഉപയോഗിക്കാം. ഏത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സസ്യഭാഗവും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിന് മുകളിലായി നമുക്ക് ഏകദേശം ഒരു 5 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി ഇടാം. ഒന്നുകൂടി ഇടും. അത് തട്ട് ചാണകപ്പൊടിക്ക് മുകളിലായി നമുക്ക് ഒരു ലെയറായിട്ട് ഒരു 200 ഗ്രാം ചാരം ഉപയോഗിക്കാം.
എല്ലാത്തിനും മുകളിലായി നമുക്ക് അടുത്ത ലെയറായിട്ട് 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 100 ഗ്രാം എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് മിക്സഡ് കമ്പോസ്റ്റാണ്. ഈ മിക്സഡ് കമ്പോസ്റ്റ് നമുക്കൊരു 5 കിലോ മിക്സഡ് കമ്പോസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ മിക്സഡ് കമ്പോസ്റ്റിൽ വേണം നമ്മൾ തൈ നടാനുള്ളത്. ഈ മിക്സഡ് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കരിയില, പച്ചില, അതുപോലെ തന്നെ സസ്യങ്ങളുടെ ഭാഗങ്ങൾ, ചക്ക, പച്ചക്കറി വേസ്റ്റുകൾ ഇവയെല്ലാം ചേർന്ന് ഉണ്ടായ മിക്സഡ് കമ്പോസ്റ്റാണിത്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായി എനിക്ക് തോന്നിയ വളമാണ് മിക്സഡ് കമ്പോസ്റ്റ്. ഇവിടെ 6-ാം മാസത്തിൽ തന്നെ നമുക്ക് മികച്ച വിളവ് കിട്ടുകയും വർഷം മുഴുവനും നമുക്ക് ഡ്രാഗൺ പഴം പറിച്ചെടുക്കാനും സാധിക്കും. ഈ വളം സ്വന്തമായിട്ട് നിർമ്മിച്ച് ഈ കൃഷി ചെയ്താൽ വളരെ ലാഭകരമായി നമുക്ക് ഇത് കൃഷി ചെയ്യാം. ഇവിടെ ഡ്രമ്മിൻ്റെ 4 വശങ്ങളിലായി നമുക്ക് 4 തൈ നടാം. ഇവിടെ മിക്സഡ് കമ്പോസ്റ്റിൽ മാത്രമാണ് ഈ തൈ വളർത്തിയെടുത്തിരിക്കുന്നത്. അത് ഈ വളത്തോടു കൂടി നമുക്ക് നടാം. സാധാരണയായിട്ട് ഈ തൈ കിളിച്ച് വരുന്നതിന് ഏകദേശം 50-60 ദിവസം വേണ്ടി വരും. എന്നാൽ ഈ മിക്സഡ് കമ്പോസ്റ്റ് ഇട്ടാണ് തൈ കിളിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ 2 തൈയാവും. ഇനി ഇത് നമുക്ക് നന്നായി ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. മേളിൽ പൊടിക്കാൻ പോകും. ഇനി സ്വല്പം മിക്സഡ് കമ്പോസ്റ്റ് എടുക്കാം. മനോജ് ഇട്ടു. ഇതിന് ചുറ്റുവശം സ്വല്പം കൂടി കുറച്ചുകൂടി കമ്പോസ്റ്റ്, മിക്സഡ് കമ്പോസ്റ്റ് 4 വശം മതി. ആഴത്തിൽ നടേണ്ട കാര്യമേ ഇല്ല. ഇതിൻ്റെ വേര് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കും. ഫ്രണ്ട്സ്, ഈ 78-ാം വയസ്സിൽ നൂതനമായ കൃഷിരീതികൾ നടപ്പാക്കുന്ന സുന്ദരേശൻ ചേട്ടനെ പോലെയുള്ള കർഷകരാണ് കേരളത്തിൻ്റെ അഭിമാനം. മണ്ണ് ഉപയോഗിക്കാതെ ഡ്രാഗൺ ചെടികൾ നടുന്ന രീതിയാണ് ഇവിടെ കണ്ടത്. ഇത് ഡ്രാഗൺ ചെടികൾ മാത്രമല്ല, ഏത് സസ്യങ്ങളും നമുക്ക് ഇതുപോലെ മണ്ണില്ലാതെ നടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.